ഇന്ന് പകൽ ദൈവവചനത്തിനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവവചനം കേൾക്കാൻ നിങ്ങൾ തയ്യാറായി വന്നിരിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. നമ്മുടെ റൊട്ടീനാവാതെ ഏതെങ്കിലും ഒരു വാക്ക് ഒരു പ്രകാശമായി, ഒരു വിത്തായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഇന്ന് വീണ്ടും ദൈവവചനം സംസാരിക്കുന്നത്. And I hope you are with me. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കട്ടെ. ദൈവവചനം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോലും ചില വചനങ്ങളും വാക്കുകളും ഒരുക്കത്തിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ വലിയ ഒരു ഇല്യൂമിനേഷൻ നൽകും, വലിയൊരു ഊർജം നൽകും. അങ്ങനെ ചില സത്യങ്ങൾ ഒരുപക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേദഭാഗത്ത് നിന്ന് എന്നെ പിടിച്ചു കുലുക്കിയ ചില ആത്മീയ സത്യങ്ങളുണ്ട്. ആഴത്തിൽ ചിന്തിപ്പാൻ പ്രേരിപ്പിച്ച ചില സത്യങ്ങളുണ്ട്. ഒരുപക്ഷെ എനിക്കുണ്ടായതായിരിക്കുകയില്ല നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമുക്ക് ചെവി കൊടുക്കാം. നമ്മൾ ഈ വർഷത്തിൽ പാസ്റ്റർ തെരഞ്ഞെടുത്ത തീം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? What was the theme? Return to me. ദൈവം പറയുന്നു, എന്നിലേക്ക് മടങ്ങി വരിക. റിട്ടേൺ. മലാക്കി 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമല്ലേ? ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നു. അത് ലാർജ്ലി ഒരു കണ്ടംനേഷൻ ആയിട്ട് നമുക്ക് തോന്നും. അതിൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ലിറ്ററലാണ്. അവർ ശരിക്കും ദൈവകൽപ്പനയെ അവഗണിച്ചു, ദൈവത്തെ ചെറുതായി കണ്ടു. ദൈവിക വിഷയങ്ങളിൽ, ആത്മീയ വിഷയങ്ങളിൽ അവരുടെ ഗൗരവബോധം കുറഞ്ഞു. ജീവന്റെ ഉറവയായ ദൈവത്തെ അവർ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ അവർ കുത്താൻ തുടങ്ങി. ഇപ്പം മറ്റെല്ലാം ഉണ്ട്, അവർക്ക് അവരുടെ സ്രോതസ്സായ ദൈവമില്ല. അതുകൊണ്ട് ദൈവം പറയുന്നു ഇസ്രായേൽ മക്കളോട്, മലാഖിയിലൂടെ ദൈവം പറയുന്ന വാക്കെന്താണ്? ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സ് അഗൈൻ. 3-ന്റെ 7-ാമത്തെ വാക്യം. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഐ വണ്ടർ വൈ. സൈന്യങ്ങളുടെ യഹോവ എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് ഈ ഭാഗമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഈ ആശയമാണ് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള മനസ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ദൈവത്തിൻ്റെ മനസ്സ് കാണാനാണ് നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യത്തെ ക്യാപ്ചർ ചെയ്യാന് നമ്മൾ അപഗ്രഥിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന പുതിയ നിയമത്തിലൊരു ഭാഗമാണ്. പക്ഷെ നമ്മൾ ഈ തീമിൽ നിന്ന് മാറുന്നില്ല. തീം എന്താണ്? ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലാന്, തിരിച്ചു ചെല്ലാന്, നന്ദിയോടെ ദൈവസന്നിധിയിൽ ജീവിക്കാന്, സകലത്തിന്റെയും സ്രോതസ്സായി ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ മുമ്പിൽ നിർത്തി ജീവിക്കാനുള്ള ഒരു പ്രചോദകമായി തീരട്ടെ ഇന്നത്തെ ചിന്ത എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ആ വേദഭാഗം വായിക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ബൈബിളിൽ ഒരു വ്യക്തിയായി തീരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏത് വ്യക്തിയായി തീരും? ബൈബിളിൽ ഒരു വ്യക്തിയായി തീരാൻ നിങ്ങൾക്കൊരു അവസരമുണ്ടെങ്കിൽ which person would you become? അതൊരു ട്രിക്കി ചോദ്യമാണല്ലേ. ചിലർ പറയും എനിക്ക് മോശയെ പോലെ ആവണം, ഏലിയാവിനെ പോലെ ആവണം, എനിക്ക് സാറയെ പോലെ ആവണം, ഹന്നയെ പോലെ ആവണം,
ഇങ്ങനെ നീണ്ട ഒരു നിര, പൗലോസിനെ പോലെ ആവണം. ഇങ്ങനെ ഒത്തിരി പേരുകൾ ഒരുപക്ഷെ നമ്മൾ പറയും, യോഹന്നാനെ പോലെ ആവണം. പക്ഷെ നമ്മൾ ആരും അധികം പറയാൻ ഇടയില്ലാത്തൊരു പേരാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം. അത് ആ പേര് നമുക്ക് ചിന്തിക്കാം അതാരാണെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 17:11 മുതലുള്ള വേദവാക്യങ്ങൾ വായിക്കാം. ലെറ്റ്സ് ഹിയർ ദ വേർഡ്. അവർ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നുറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി, നമുക്ക് ഒരു നിമിഷം വീണ്ടും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് ഇടപെടണമേ. ദൈവവചനത്തിന് ജീവനുണ്ട്, അത് ചൈതന്യമുള്ളതാണ്. ഇന്ന് ഞങ്ങളെ ആത്മീയ ജീവനുള്ളവരാക്കി, ആത്മീയ ചൈതന്യത്തിൽ വർദ്ധിച്ചു വരുന്നവരാക്കി തീർക്കാൻ ഈ വേദഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഉത്തേജിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്പൂർണ്ണ മനുഷ്യനെ ഏൽപ്പിക്കുന്നു. അന്യായ ബന്ധനങ്ങളെയും തെറ്റായ ചിന്താധാരകളെയും അങ്ങ് ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവത്താൽ അനേകർ അനുഗ്രഹം പ്രാപിക്കും. അനേകരെ കർത്താവ് തൊട്ടിട്ടുണ്ട്. തൻ്റെ ഐഹിക ജീവകാലത്ത് കർത്താവ് എത്ര പേരെ തൊട്ടിട്ടുണ്ട് എന്നതിന് കണക്കില്ലെന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് റെക്കോർഡായി കിട്ടിയത് വളരെ കുറച്ച് മാത്രം. ആ ലഭിച്ച റെക്കോർഡിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പക്ഷേ അനേകർ അനുഗ്രഹം പ്രാപിക്കുമെങ്കിലും വളരെ കുറച്ചു പേരെ ദൈവത്തിന് നന്ദി പറയാൻ തിരിച്ചു മടങ്ങിച്ചെല്ലത്തുള്ളൂ. കുറച്ചു പേര് മാത്രം, എ വെരി വെരി സ്മോൾ പെർസെൻറ്റേജ് ഗെറ്റ് ബാക്ക്. എത്ര പേര് നന്ദി പറയാൻ മടങ്ങും? ഇവിടുത്തെ പെർസെൻറ്റേജ്, ഇവിടുത്തെ സ്റ്റോറി എന്താ നമുക്കറിയാം. 10 കുഷ്ഠരോഗികള് ആ ഒന്നാമത്തെ വാക്യം, 11-ാം വാക്യം മുതൽ നമുക്കൊന്ന് ഓടിച്ചൊന്ന് കടന്നു പോയിട്ട് ഇന്ന് പറയേണ്ട പ്രധാനപ്പെട്ട ചില സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാം. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിലൂടെ ബോർഡർ പ്ലേസിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഗലീല എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ദൈവത്തിന്റെ ജനമാണെന്ന് അഭിമാനിക്കുന്ന ആളുകൾ, കാലങ്ങളായി വിശ്വാസത്തിൽ നിലനിൽക്കുന്ന നമ്മളെ പോലും അത് പ്രതിനിധീകരിക്കുക. ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിലൂടെ, ഇതിന്റെ ബോർഡറിലൂടെ കടന്നു പോകുന്നത്. സോ ദാറ്റ് ബോത്ത് വിൽ ഗെറ്റ് ബ്ലെസ്ഡ്. 2 കൂട്ടരും അനുഗ്രഹം പ്രാപിക്കാന്, നമ്മളെ വിശ്വാസികൾക്ക് മാത്രം അനുഗ്രഹമായിട്ടല്ല, മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ നമ്മൾ പൊസിഷൻ ചെയ്യണമെന്നൊരു ചിന്ത അതിലൂടെ ഞാൻ കാണുകയാണ്. Because he could have walked through perhaps. കാരണം നമുക്ക് ഈ ഒരു ശമര്യക്കാരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു, അധികം പേര് പറയാൻ സാധ്യതയില്ലാത്തൊരു പേരാണിത്. 10 പേരിലെ ഒരു കുഷ്ഠരോഗി, അവന്റെ ഐഡന്റിറ്റി പേര് പറഞ്ഞിട്ടില്ല. 10-ൽ 1. 10-ൽ 1 മടങ്ങും എന്നൊരു ചെറിയ ഒരു പെർസെൻറ്റേജ് മടങ്ങും എന്നൊരു സൂചന നമുക്ക് ലഭിക്കുക. അതിന് നടുവിലൂടെ കടന്നു പോകുമ്പോ അടുത്ത വാക്യം വായിച്ചേ. കടന്നു ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്ന് മതി. കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ യേശുവിനെ എതിരേറ്റു. ഇവിടെ ഈ കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ എതിരേറ്റെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ എല്ലാത്തിനും യൂണിയൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കുഷ്ഠരോഗി യൂണിയൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡോക്ടർ ക്യാൻ യു ടെൽ മീ, അങ്ങനെ ഒരു യൂണിയനെ കണ്ടിട്ടുണ്ടോ? ഈവൻ ബെഗേഴ്സ് ഇപ്പോൾ ഉണ്ടല്ലേ? ഓ താങ്ക് ഗോഡ്.
പക്ഷേ ഇപ്പോ ഒക്കെ വരുന്നതിന് മുൻപ് ഇവർ ഒരുമിച്ച് കൂടി ഇവരുടെ മിസറി, ഇവരുടെ പ്രയാസം ഇവരെ ഒരു യൂണിയനാക്കി തീർത്തു. ഇവര് ഒരു റേസിലുള്ളവരായിരുന്നില്ല, പല റേസിലുള്ളവർ. കൂടുതൽ ആളുകൾ യഹൂദന്മാരായിരുന്നു ആ സൗഖ്യം പ്രാപിച്ചവർ. പക്ഷേ ഈ കാര്യത്തില് ശമര്യക്കാരനോട് കൂടെ കൂടാനും അവർക്ക് വിഷമമൊന്നുമില്ല. ഇവർ ഒരുമിച്ച് അവരെ എതിർപ്പെട്ടിട്ട് അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണ്? അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു എന്ന് വേണം പറയാൻ. ഇറ്റ്സ് എ യൂണിയൻ, ബട്ട് ഇറ്റ് ഇസ് എ റൈറ്റ് ആയ നിലയിൽ കർത്താവിനോട് ചോദിക്കാൻ വേണ്ടി അടുത്ത വാക്യം പറയുന്ന അകലെ നിന്നുകൊണ്ട് അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. കാരണം കുഷ്ഠരോഗിക്ക് അടുത്ത് ചെല്ലാൻ പറ്റില്ല. അപ്പൊ അകലെ നിന്നപ്പം വോളിയം റേസ് ചെയ്യണം, എനർജി ഉപയോഗിച്ച്. യേശുനായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ അത് പ്രാർത്ഥനയല്ലേ? അത് ആരാധനയല്ലേ? അവര് കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരുമിച്ച് അപേക്ഷിക്കുന്നു. But what did Jesus say? ഇവരെ ഈ 10 പേര് കാണിച്ച വലിയ ഒരു ശുശ്രൂഷയുണ്ട്, വലിയൊരു പ്രതികരണമുണ്ട്. കർത്താവ് അവരോട് പറഞ്ഞ മറുപടി വളരെ സിമ്പിളായ ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നും. ബട്ട് ദാറ്റ് ഈസ് സോ പ്രൊഫൗണ്ട്. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. ഇപ്പൊ അവർക്ക് സൗഖ്യം വന്നിട്ടില്ല. സൗഖ്യം അവർക്ക് വരാതെ നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് കാണിക്കുക എന്നൊരു വാക്ക് പറഞ്ഞ് ആ വാക്കിനനുസരിച്ച് അവർ പോകയിലാണ് ഇവർക്ക് സൗഖ്യം വന്നത്. Now listen to me. സൗഖ്യം വന്നിട്ടില്ല, but they were willing to obey. അവരങ്ങനെ യാത്ര പോയിൽ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞ് അവർ പോകയിൽ. അതൊന്ന് റൗണ്ട് ചെയ്ത ആ വാക്ക്, അവർ പോകയിൽ തന്നെ അവർക്ക് സൗഖ്യം വന്നു. എത്ര പേർക്ക് എവിഡൻസ് ഇല്ലാതെ കർത്താവ് പറയുന്ന പാതയിൽ മുൻപോട്ട് പോകാനുള്ള മനസ്സുണ്ട് എന്നിന്ന് നമ്മളോട് ചോദിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് തോമസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കയ്യും അവൻ്റെ വിലാപ്പുറത്ത് വിരലിടാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ തോമസിനോട് പറഞ്ഞതിന് ശേഷം വന്ന് കൈയിട്ട് നോക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, കാണാതെ വിശ്വസിച്ചവർ. ആ ഗണത്തിൽ ഇന്ന് നമ്മൾ കർത്താവിനെ കണ്ടിട്ടില്ല. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്നൊരു വാക്ക് പറഞ്ഞു. ആ ഭാഗ്യാവസ്ഥയാണ് ഇന്ന് വിശ്വാസത്താൽ, ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായിട്ടാണ് നമ്മൾ കാണുന്നത്. നേരിട്ട് അവരെ പോലെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. താങ്ക് ഗോഡ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹു ഗൈഡ്സ്. പക്ഷേ ഫിസിക്കലായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ അവർ വലിയൊരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആണ് ചെയ്തത്. അവർക്ക് സൗഖ്യം വന്നിട്ടില്ല, പക്ഷെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി മനസ്സ് വെച്ച ആ പോകുന്ന വഴിയിൽ അവർക്ക് സൗഖ്യം ഉണ്ടായി. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ദൈവ വഴിയിൽ സമർപ്പിച്ച് ജീവന്റെ പാതയിൽ ജീവിതത്തെ പ്രതിഷ്ഠിച്ച് കർത്താവിന്റെ വാക്കിനനുസരിച്ച് ജീവിതം പണിയാനും ജീവിത വഴിയെ നടക്കാനും നമ്മൾ തീരുമാനിക്കുന്നതിന്റെ നടുവിൽ നമുക്കൊരു സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, അവിടെ നമുക്കൊരു സുരക്ഷിതത്വമുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ട്. അടുത്ത വാക്യം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. അവരിൽ ഒരുവൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരിൽ ഒരാൾ മാത്രമേ മടങ്ങി വന്നുള്ളൂ. ഞാൻ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരേണ്ട സത്യത്തെ വിരൽ ചൂണ്ടുന്ന നമ്മുടെ തീമിനെ ആസ്പദമാക്കി ചില ആത്മീയ സത്യങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് മടങ്ങി വരുന്നവൻ ആരാണ്? ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ദൈവികമായ നന്മ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് ഏതെങ്കിലും ദൈവിക പ്രവൃത്തിയിൽ അകൃഷ്ടനായിട്ട് ജീവിതത്തിന്റെ തിരക്കിലൂടെ മുൻപോട്ട് പോകാതെ മടങ്ങി വരുന്നവൻ ആരാണ്? അവൻ എങ്ങനെയുള്ളവനാണ്? റിട്ടേൺ എന്ന പദത്തിന്റെ അർത്ഥവും ആഴവും
ഗ്രഹിക്കാൻ നമ്മുടെ ഹൃദയദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ സത്യം ശ്രദ്ധിക്കൂ. മറ്റൊരു മനുഷ്യനും മറ്റ് ലോകത്തിൽ ആർക്കും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം യേശു എനിക്ക് ചെയ്തു എന്ന ഒരു ബോധ്യമുള്ളവർക്കേ മടങ്ങി വരാൻ പറ്റൂ. ലിസൺ ടു മീ. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തത് ഈ ലെപ്പറിന്, ഈ 10-ൽ ഒരുവനായ ഈ ലെപ്പറിന് മാത്രമേ ആ ബോധ്യമുണ്ടായിരുന്നുള്ളൂ. യേശുവിൻ്റെ ശക്തിക്ക് മാത്രമേ തനിക്ക് ഇങ്ങനെ ഒരു മാറ്റം നൽകാൻ കഴിയൂ എന്ന് അവൻ വിശ്വസിച്ചു. ഇന്ന് നമ്മളിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? യേശുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് ഈ ജീവിതത്തിൽ? എനിക്ക് നിത്യജീവൻ നൽകാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവ് നമ്മളെ യേശുവിലേക്ക് മാത്രം നടക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. യേശുവിന് മാത്രമേ എൻ്റെ പാപത്തെ കഴുകാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങും. ശ്രദ്ധിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Do you believe that? Do you believe that only Jesus has the authority to forgive? നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമുണ്ടായിരുന്നെങ്കിൽ അതിന് പുറകെ പോകാമായിരുന്നു. Only the power of Christ can do that. ആ ബോധ്യമുള്ളവരെ കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലും എന്നതിന് സാരം. സമൃദ്ധമായ ജീവൻ നൽകാൻ യേശുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന തിരിച്ചറിവും ബോധ്യവും ഉള്ളവൻ കർത്താവിലേക്ക് നടക്കും. He will return to God. യേശുവിന് മാത്രമേ നമുക്ക് പുതുജീവൻ നൽകാൻ കഴിയൂ, നിത്യജീവൻ നൽകാൻ കഴിയൂ, സ്വർഗം നൽകാൻ കഴിയൂ. ഹല്ലേലൂയ. നിത്യ സുരക്ഷിതത്വം നൽകാൻ കഴിയൂ എന്ന ബോധ്യമുള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാൻ കഴിയൂ. അതാ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്യം പ്രധാനപ്പെട്ട, വീണ്ടും വീണ്ടും പറയുന്ന കാര്യം, നിങ്ങൾക്ക് പോകാൻ പാടില്ലോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, നിത്യജീവന്റെ മൊഴികൾ വേറെ എവിടെയില്ലല്ലോ. നിത്യജീവന്റെ മൊഴികൾ വേറെ എവിടെ ചെന്നാലും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പാർട്ടി കളഞ്ഞിട്ട് നമ്മൾ ആത്മീയ യോഗത്തിന് പോകുന്നത്. കാരണം നിത്യജീവന്റെ മൊഴികൾ ദൈവസന്നിധിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ വരുന്നത്. വേറെ എവിടെ പോകാമായിരുന്നു? We come to church. Why? This is a priority. Make it as a priority. കാരണം കർത്താവിലേക്ക് മടങ്ങുന്ന മനോഭാവമുള്ളവർക്ക് ചർച്ചിലേക്ക് വരാൻ കഴിയും. ചോയ്സ് ഏറ്റെടുക്കുമ്പം പല ചോയ്സുകളുണ്ടെങ്കിൽ ശരിയായ തീരുമാനം എടുക്കാൻ അവന് മാത്രമേ കഴിയൂ. യേശുവിന് മാത്രം ചെയ്യാൻ, ക്രിസ്തുവിന്റെ ശക്തിക്ക് മാത്രം, മറ്റാർക്കും ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യം കർത്താവ് എനിക്ക് ചെയ്തു എന്ന ബോധ്യമുള്ളവർ എപ്പോഴും ദൈവത്തിലേക്ക് മടങ്ങാൻ ഒരു വ്യഗ്രത അവന്റെ അകത്തുണ്ടാവും. Now listen to this. കർത്താവിനല്ലാതെ വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ചില ആത്മീയ സത്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ കുഷ്ഠരോഗി യേശുവിലേക്ക് മടങ്ങി വരുന്നവനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നത്, അവന്റെ സ്തുതിയും ആരാധനയും അവൻ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല എന്നവിടെ പറയുന്നു. ഏത് വാക്യം അത് പറയുന്നത്? ശ്രദ്ധിച്ചേ, മുമ്പോട്ട് 10 പേർ ശുദ്ധ, ഓക്കെ, അതിനു മുമ്പുള്ള വാക്യം, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ, മതി, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വരുന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. അവൻ എങ്ങനെ? ഉച്ചത്തിൽ. കർത്താവിന്റെ ശക്തിയുടെ പ്രവാഹം ഒരുവന്റെ ജീവിതത്തിൽ അനുഭവിച്ചു കഴിയുമ്പോൾ ആർക്കും അവന്റെ സ്തുതി ആരാധന അടക്കി വെക്കാൻ കഴിയുകയില്ല. ഇത് ഞാൻ തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിച്ച് ആവശ്യമില്ലാതെ
ഉള്ള എക്സ്ട്രീമിസത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ദിസ് ഐ വുഡ് ലവ് ടു സേ, യാതൊരു നമുക്കൊക്കെ പരസ്യമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ നാണമാണ്, മറ്റുള്ളവർ എന്തോ ചിന്തിക്കൂ എന്നുള്ള നാണമാണ്. ആ നാണം ആവശ്യമില്ല. നമ്മുടെ സ്തുതിയെ, ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു തിര പോലെ തള്ളുമ്പോൾ നമുക്ക് ആർക്കും നമ്മുടെ സ്തുതി അടക്കി വെക്കാൻ പറ്റത്തില്ല. അതിന് ഈണവും താളവും ഒന്നും നമ്മൾ നോക്കുന്നില്ല. അതാണ് ആ വ്യക്തി ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പ്രദീപ് സെഡ് ഇറ്റ്. ഹല്ലേലൂയ. പ്രദീപ് ഒരിക്കലും ചില സമയങ്ങളിൽ ഉള്ളത്തിൽ സ്തോത്രം വരുമ്പോൾ ഉറക്കെ അങ്ങ് പറയും. He doesn't care what others think. ഹല്ലേലൂയ. പക്ഷെ അത് മെക്കാനിക്കലായിട്ട് നമ്മൾ ചെയ്യരുത്. പക്ഷെ ആ ഒരു തിരത്തള്ളലോടെ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള മനോഭാവത്തോടെ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുന്നവൻ, അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. യേശുവിലേക്ക് മടങ്ങുന്നവന് അവൻ്റെ സ്തുതിയും ആരാധനയും സ്തോത്രവും അടക്കി വെക്കാൻ കഴിയത്തില്ല. There will be an expression. ആ എക്സ്പ്രഷൻ എപ്പോഴും ലൗഡ് വോയിസ് ഒന്നും ആയിരിക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ അത് കണ്ണീരായിരിക്കാം, ചിലപ്പോൾ അത് എന്തെന്നില്ലാത്ത നിശബ്ദതയുമായിരിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു വിധത്തിൽ അത് എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ പറയുന്ന സ്നേഹം അങ്ങനെ പറയത്തില്ല, അല്ലെങ്കിൽ ചിലർ എക്സ്പ്രസ് ചെയ്യത്തില്ല. ഏതെങ്കിലും വിധത്തിൽ ഒരു എക്സ്പ്രഷൻ നമുക്കുണ്ടായിരിക്കണം. ഇനി ഒന്നുമല്ലെങ്കിൽ അധികാലത്ത് എഴുന്നേറ്റ് ഒരുങ്ങി സഭയിലേക്ക് വരാനൊരു ശുഷ്കാന്തി കാണിക്കുന്ന ശുഷ്കാന്തി പോലൊരു എക്സ്പ്രഷനാണ്. തലേ ദിവസം മുതൽ ഒരുങ്ങുന്ന ഒരുക്കം ഒരു എക്സ്പ്രഷനാണ്. എനിക്ക് വേണ്ടി ദൈവം ചെയ്തത് രണ്ടു പേരോട് പറയണം. അതിൻ്റെ ഒരു തീ നാളെ മറ്റുള്ള ഒരാളിലേക്കും കൂടെ പകരണം എന്നൊരു വ്യഗ്രത ഉണ്ടാണ്. God did this for me. ദൈവം എനിക്ക് ചെയ്തു ഇത്, എനിക്ക് ചെയ്ത നന്മകളെ മറ്റൊരാളോട് പറയാൻ, ഏതെങ്കിലും വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം. അത് മുമ്പിൽ വന്നു തന്നെ ആവണമെന്നില്ല. ഒറ്റയ്ക്ക് പോയി ഒരാളോട് പറയോ, കർത്താവ് എനിക്ക് ഉപകാരം ചെയ്തു, എന്നെ സഹായിച്ചു, ഞാൻ സ്ട്രെസ്ഡായിരുന്നു, എനിക്ക് പെട്ടെന്ന് സ്ട്രെസ്സിൽ നിന്ന് ദൈവം ഒരു റിലീസ്, ഒരു വചനം തന്ന് എന്നെ ബലപ്പെടുത്തി എന്ന് പറയുമ്പോൾ എന്തൊരു വലിയ സാക്ഷ്യമാണ്. ഇങ്ങനെ അന്യോന്യം നമ്മൾ പറയാറുണ്ടോ? കൂടി വരുമ്പോൾ വളരെ ഭാരപ്പെട്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം ഒരു വേർഡ് തന്നു, എനിക്കൊരു ആത്മീയ സത്യത്തെക്കുറിച്ച് ഓർമ്മ തന്നു എന്ന് നമ്മൾ പറയാറുണ്ടോ? നമ്മൾ കൂടി വരുമ്പം കുശലം അന്വേഷിക്കുന്നതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ പറഞ്ഞ് 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉത്സാഹിക്കുമോ? ദാറ്റ് ഈസ് പ്രൈസ്. പരസ്യമായി ഇവിടെ വന്ന് നിന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒരുവനോടൊരുവൻ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞവൻ്റെ സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ അടക്കി വെക്കാതെ അത് പ്രകീർത്തിക്കുന്നത്, പറയാൻ കഴിയുന്നത്. ഫോണിലൂടെ നമുക്ക് ടെക്നോളജി തന്നിട്ടുണ്ട്. ഡു യു യൂസ് ദാറ്റ് ടെക്നോളജി? മക്കളോട് സംസാരിക്കാൻ ഫോൺ ഉപയോഗിക്കുമല്ലോ. അവർ ദൂരെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നില്ല. നമുക്കതുപോലെ ഈ ടെക്നോളജിയുടെ അനുഗ്രഹം നമുക്ക് അങ്ങനെ ദൈവത്തിന്റെ സ്തുതി പാടാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ? ടെലിഫോൺ കണ്ടുപിടിച്ച് ആദ്യം പറഞ്ഞത് ദൈവത്തിന്റെ വചനമാണെന്ന് നിങ്ങൾക്കറിയാമോ? വേർഡ്. ആദ്യം പ്രിന്റിംഗ് പ്രസ് ആദ്യം അച്ചടിച്ചത് ദൈവത്തിന്റെ വചനമാണെന്നറിയാമോ? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ ടെക്നോളജിയും ഉചിതമായിട്ട് ഉപയോഗിച്ചാൽ നമുക്കത് ഫലപ്രദമായി ദൈവത്തിൻ്റെ സ്തുതിയെ പ്രകീർത്തിക്കാൻ ഉപയോഗിക്കാൻ കഴിയും. പ്രിയരെ, നമ്മൾ അങ്ങനെ ഉത്സാഹിക്കുന്നുണ്ടോ? സോ ഐ ചാലഞ്ച് യു. മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം കർത്താവിൻ്റെ സ്തുതിയെക്കുറിച്ച്, ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് അടങ്ങാതെ പറയാൻ ഉള്ളൊരു വ്യഗ്രത നമ്മിൽ ഉണ്ടാവട്ടെ. ഹി ഡിഡ് ദാറ്റ്. ഈ സത്യങ്ങളെ എല്ലാം ചൂണ്ടിക്കാണിക്കുക. അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. while he was walking, അവന്റെ വഴിയാത്രയിലുടനീളം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന്റെ ഉള്ളിൽ കത്തിക്കൊണ്ട് അവൻ മടങ്ങി വന്നത്. നോട്ട് ദ വെരി ആക്ട്. താന് കർത്താവിന്റെ മുമ്പിൽ വന്ന് നിന്ന സമയത്ത് അല്ലെങ്കിൽ ആ പരിസരത്തുള്ളവർ മാത്രമല്ല, വരുന്ന വഴിയിലുടനീളം. That's a challenge that God is placing before us. നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്ന ഒരു ആത്മീയ ചിന്തയെ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്ന മൂന്നാമത്തെ സത്യം 15-ാമത്തെ വാക്യം.
അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നവന്റെ കാൽക്കൽ കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. മടങ്ങി വന്നു എന്ന് നമ്മൾ കാണുന്നു. ഇനി ബാക്കിയുള്ള ഭാഗം ചിന്തിക്കാം. കവിണ് വീണ് അവന് നന്ദി പറഞ്ഞു. എങ്ങനെ നന്ദി പറഞ്ഞു? ഹൂ ക്യാൻ ഡു ദാറ്റ്? 10 പേര് സൗഖ്യം പ്രാപിച്ചല്ലോ. അതിൽ ഈ ഒരു ശമരിയക്കാരൻ എന്ന് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന അന്യജാതിക്കാരൻ, കർത്താവ് അത് ശ്രദ്ധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. യേശുവിന്റെ പാദപീഠത്തിൽ കവിണ്ണ് വീണ നന്ദി പറയാൻ അതൊരു പോസ്റ്ററാണ്. ഇത് എപ്പോഴും നമ്മൾ കവിണ്ണ് വീണ് കിടന്നതുകൊണ്ട് താഴ്മയുണ്ടാവില്ല. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നതാണ് ശരിയായ താഴ്മ. ലിസൺ ടു മീ. ദൈവത്തിന് നന്ദി കരയറ്റാൻ മടങ്ങുന്ന മനോഭാവമാണ് ശരിയായ താഴ്മ. നമ്മൾ വിചാരിക്കും ഒരാളുടെ പാദം കഴുകുന്നതാണ്, ശുശ്രൂഷ ചെയ്യുന്നതാണ്, ഇതെല്ലാം ഹ്യൂമിലിറ്റിയുടെ ഒരു ഭാഗമാണെങ്കിലും ട്രൂ ഹ്യൂമിലിറ്റി ഈസ് സബ്മിറ്റിംഗ് ടു ഗോഡ്. ശരിയായ താഴ്മ ദൈവത്തിനും ദൈവവചനത്തിനും കീഴ്പ്പെടാനുള്ള നമ്മുടെ മനസ്സാണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. തനിക്ക് ഉപകാരം ചെയ്ത കർത്താവിന് മുമ്പിൽ മടങ്ങി വന്ന് കവിണ്ണ് വീഴുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പോസ്റ്ററാണ്. അത് താഴ്മയുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ആർ വി ട്രൂലി ഹംബിൾ? ഇതൊരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണരുത്. മറ്റുള്ളവരെല്ലാം അവരുടെ വഴിക്ക് പോയി, അവരുടെ വഴിക്ക് പോയാലും ആരൊക്കെ പോയാലും ഞാൻ മടങ്ങി പോകും എന്ന നിർണയം. മറ്റുള്ളവരൊന്നും കാത്തില്ല. പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ പറഞ്ഞത് അനേകർക്ക് ഈ ആചാര വെടിക്കെട്ടുകളും നടപടിക്രമങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വ്യഗ്രതയാണ്. കാരണം 10 പേര് പുരോഹിതന്മാരെ പോയി കാണിക്കാൻ പറഞ്ഞപ്പോൾ അവരത് ചെയ്തു കാണും. പക്ഷെ they didn't come back. ആചാരങ്ങളിൽ മുഴുകി ജീവിക്കാനുള്ള മനസ്സ് നമുക്ക് പലപ്പോഴും ഉണ്ട്. ആരാധനയുടെ ക്രമത്തിൽ എവിടെയെങ്കിലും ഒരു വ്യത്യാസം വന്നു പോയാൽ അവർ ഒഫൻഡഡ് ആവും. നോ, അതല്ല പ്രധാനം. ശരിയായ താഴ്മയോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ മനസ്സ് കാണിച്ച ഈ ലെപ്പർ, പേര് പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ ലെപ്പറായി തീരണമെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളാണ് ഭാഗ്യവാൻ. ഈ മടങ്ങി വരവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കവിണ്ണ് കർത്താവിന്റെ സന്നിധിയിൽ വീഴാൻ തടസ്സം എന്താണ്? നമ്മുടെ പ്രൈഡാണ്. ആരെങ്കിലും കാണുമെന്ന ഒന്നും തനിക്ക് പ്രശ്നമായിരുന്നില്ല. യേശുവിന്റെ പാദപീഠത്തിൽ എനിക്ക് വീഴാൻ ഒരു അവസരം ലഭിച്ചല്ലോ എന്നതായിരിക്കണം നമ്മുടെ മനോഭാവം. എന്നതായിരുന്നു തൻ്റെ മനോഭാവം? ഞാൻ വീണ്ടും പറയട്ടെ, എനിക്ക് കർത്താവിനോടൊരു നന്ദി പറയാൻ കഴിഞ്ഞല്ലോ. ചില സമയത്ത് ഞങ്ങൾ രാവിലെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പം ഞാൻ ഇടയ്ക്കൊക്കെ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ കൂട്ടായ്മയിൽ പറയാറുണ്ട്. ഈ ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ജനവർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പിന്നെ ഈ ആയുസ്സിൽ ആ ജനവർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം കിട്ടുമോ എന്ന് അറിയത്തില്ല. കാരണം ലോകത്ത് 12,000-ത്തിലധികം ജനവർഗങ്ങളുണ്ട്. ഓരോ ജനവർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പിന്നീടൊരു അവസരം കിട്ടുമോ നമുക്കറിയില്ല. പക്ഷേ അപ്പോഴും നമ്മൾ പറയണം, ഇന്ന് ഈ ജനവർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കൊരു അവസരം ലഭിച്ചല്ലോ എന്നതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണമെന്ന് ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട്. കഴിവുള്ളിടത്തോളം ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ചെറിയ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞല്ലോ, കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ, എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഒരുവന്റെ കണ്ണീർ തുടയ്ക്കാൻ അവസരം നൽകിയല്ലോ, എനിക്കൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരം തന്നല്ലോ. ഇതാണോ മനോഭാവം? താഴ്മയുള്ളവർക്ക് മാത്രമേ മടങ്ങിപ്പോകാനും കാൽക്കൽ വീണ് നന്ദി പറയാനും കഴിയൂ. ആർ വി ട്രൂലി ഹംബിൾ? ഏത് പ്രൈഡാണ് നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയോടെ ജീവിക്കുന്നതിൽ നിന്നും തടയുന്നത്? ഇതൊരു പെർപ്പച്വൽ പോസ്ചറാണ്. കഴിഞ്ഞ ആഴ്ചയിലാണോ അതിൻ്റെ മുമ്പിലാണോ നമ്മൾ ദൂരദേശത്ത് നിന്ന് വന്ന വൈസ്മെൻ
ശിശുവായ യേശുവിനെ വീണ് നമസ്കരിച്ചു എന്ന് പറഞ്ഞത്. അവരെങ്ങനെ നമസ്കരിച്ചു? അവർ മറിയല്ല നമസ്കരിച്ചത്, അവർ ശിശുവിനെ. ബലഹീനതയിൽ ശീലയിൽ പഴന്തുണിയാല് പൊതിയപ്പെട്ട ഈ ശിശുവിനെ കണ്ടിട്ട് ഈ ശിശുവാണ് മശിഹ എന്ന തിരിച്ചറിവോടെ, ലോകത്തിന് രക്ഷകൻ എന്ന തിരിച്ചറിവോടെ, ലോകത്തിൽ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്ത രാജാവെന്ന തിരിച്ചറിവോടെ. കാരണം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ബലഹീന ശിശുവിനെ നോക്കിക്കൊണ്ട് വീണവനെ നമസ്കരിച്ചു എന്ന് കാണുകയാണ്. ദാറ്റ് ഈസ് ട്രൂ ഹ്യൂമിലിറ്റി. They were wise men. അവർ ജ്ഞാനികളായിരുന്നു. ഇവിടെ ഇതാ ഒരു ലെപ്പ നന്ദിയോടെ ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ. നാലാമത്തെ സത്യം ശ്രദ്ധിക്കൂ. മടങ്ങി വരുന്നവൻ തിരിച്ചറിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. യേശുവിനെ പോലെ എന്നെ സ്നേഹിക്കുന്ന മറ്റാരുമില്ല എന്ന സത്യമാണ്. ഇതാണ് ദൈവത്തിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടു പോകേണ്ടത്. 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 15-ാമത്തെ വാക്യം തന്നെ 15, 16 കൂടെ ചേർത്ത് വായിക്കണം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നവന്റെ കാൽക്കൽ കവിണ് വീണവന് നന്ദി പറഞ്ഞു. അവനൊരു ശമരിയക്കാരനായിരുന്നു. അവിടെ ഇംപ്ലിസിറ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഇവനെ സൗഖ്യമാക്കേണ്ട ഈ 10 പേരെ കർത്താവ് ഗൗനിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. തനിക്ക് ലഭിച്ച സൗഖ്യം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. യേശുവിനെ പോലെ എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? The answer is no. ഭർത്താവിന്റെ സ്നേഹത്തിന്, ഭാര്യയുടെ സ്നേഹത്തിന്, മക്കളുടെ സ്നേഹത്തിന് പരിധിയുണ്ട് പ്രിയരെ. സ്നേഹിതന്മാരുടെ സ്നേഹത്തിന് പരിധിയുണ്ട്. എന്നാൽ കർത്താവിന്റെ സ്നേഹത്തിന് സീമകളില്ല. തമിഴിലെ ഈ പ്രോവർബ് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. ബൈബിളിലെ പ്രോവർബ് ഒന്നുമല്ല, തമിഴിലെ ഒരു പഴമൊഴിയാണ്. വീട് വരെ ഉറവ്, വീഥി വരെ മനൈവി, കാട് വരെ പിള്ളൈ, കടശി വരെ ആരോ. അവൾ മരിച്ച വീട് വരെ ബന്ധുക്കൾ വരും, വീഥി വരെ ഭാര്യ വരും, പിന്നെ ആശ്വസിപ്പിച്ചിട്ട് അവരെ തിരിച്ചുകൊണ്ട് പോകും. മേ ബി ഹിന്ദുസ് ഡു ദാറ്റ്. അവര് ശ്മശാനത്തിലേക്ക് ഭാര്യയെ അനുവദിക്കാറില്ല. കാട് വരെ പിള്ളൈ, അത് ശ്മശാന ഭൂമി വരെ കുഞ്ഞുങ്ങൾ വരും. പക്ഷെ കടശി വരെ, അവസാനം വരെ നിൽക്കുന്ന സ്നേഹം ആരുടേതാണ്? സന്തോഷമുള്ള ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഈ സ്നേഹത്തിന്റെ ഉറപ്പ് നമ്മൾ കർത്താവിൽ പ്രാപിക്കണം. ഈ സ്നേഹം തരാൻ കർത്താവിന് മാത്രമേ കഴിയൂ എന്ന ബോധ്യം ദൈവത്തിങ്കിലേക്ക് ഓടിച്ചെല്ലാൻ നമ്മൾ പ്രേരിപ്പിക്കണം, മടങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിക്കണം എന്ന സത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വർഷം തിങ്ക് ചെയ്യുന്ന തീമിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. മടങ്ങി വരാൻ തമ്പുരാൻ പറയുന്നത് എന്തിനാണെന്ന്? നമുക്ക് ജീവൻ നൽകാൻ, സൗഖ്യം നൽകാൻ, സമാധാനം നൽകാൻ, സുരക്ഷിതത്വം നൽകാൻ, തൻ്റെ മാറോട് ചേർക്കാൻ. ഇതിനാ മടങ്ങി വരാൻ പറയുന്നത്, നിങ്ങൾ നശിക്കാതിരിക്കാൻ. Come, live, experience the abundant life. Hallelujah. ഒഴുക്കിനനുസരിച്ച് പോകുന്നവനല്ല. കാരണം 17-ാമത്തെ വാക്യത്തിൽ അതാ കാണുന്നത്. 17-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഇത് ആരാ ചോദിക്കുന്നത്? നൗ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് തരുന്ന ആത്മീയ സൂചന എന്താ? നന്ദിയുള്ള ഹൃദയത്തെയും നന്ദിയില്ലാത്ത ഹൃദയത്തെയും കർത്താവ് നോട്ട് ചെയ്യുന്നു എന്നുള്ള. Now let me say that again. Jesus knows who is grateful. ആർക്കാണ്, ആരുടെ ഹൃദയത്തിനാണ് നന്ദിയുള്ളതെന്ന് കർത്താവിന് വായിക്കാം. He came back. അടുത്ത വാക്യം കൂടെ വായിച്ചേ.
ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. അന്യജാതിക്കാരൻ ക്രിസ്ത്യാനികളായിട്ട് പാരമ്പര്യമുള്ള നമ്മളൊന്നുമല്ല. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കർത്താവിനെ അറിഞ്ഞവര് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുമ്പം നമ്മൾ എത്ര ദൂരത്തിലാ. ആ ഭവനത്തിലെ മൂത്ത പുത്രനെ പോലെ നമ്മൾ അകന്നിരിക്കാതെ അടുത്തു വരാൻ, മടങ്ങി വരാൻ നമ്മളോട് കർത്താവ് പറയുക. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, ഈ അന്യജാതക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അടുത്ത വാക്യം എന്താണ്? അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ വാക്യം പറയുന്നതിന് മുമ്പ് അവിടെ കർത്താവ് വിസ്മയിച്ചു എന്നുള്ള വാക്ക് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ടെന്നാണ് എൻ്റെ ചിന്ത. Is there any word like that? Englishil, and Jesus answering said, were there not 10 cleansed, but where are the 9? ഇതിന്റെ സൂചന കർത്താവിന് അവിടെ ഒരു വിസ്മയം ഉണ്ടായി എന്നുള്ളതാണ്. ഇംപ്ലിസിറ്റ് ആയിട്ടാണെങ്കിലും അതൊരു സർപ്രൈസ് പോലെ, വിസ്മയം പോലെയാണ് അത് കാണിക്കുന്നത്. അർത്ഥത്തിൽ കർത്താവ് അത് നോട്ട് ചെയ്തു എന്നുള്ളതാണ്. നന്ദിയില്ലാത്തവരെയും നന്ദിയുള്ളവരെയും കർത്താവ് ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ്. കണ്ടിട്ട് അവരെ ശപിക്കുകയൊന്നുമല്ല. കർത്താവ് ആരെയും മടങ്ങി വരാനുള്ള ആഗ്രഹമാണ് ദൈവത്തിനുള്ളത്. റിട്ടേൺ ചെയ്യാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ സൂചനയാണ് അടുത്ത വാക്യം കാണുന്നത്. 19ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മിസ്കോട്ട് ചെയ്യുന്ന ഒരു വാക്യമാണ് നിന്റെ വിശ്വാസം. വിശ്വാസം അതല്ലേ എല്ലാം. ഇവിടെ ഏത് വിശ്വാസമാണ്? ആ 9 പേർക്കും ഇല്ലാത്ത ഒരു വിശ്വാസം ഈ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ക്രിസ്തുവിൽ നിന്ന് മാത്രം പ്രാപിക്കാവുന്ന, ക്രിസ്തു ആരാണെന്നുള്ള തിരിച്ചറിവോടെ, ദൈവം മുമ്പാകെ നന്ദിയോടെ ജീവിക്കാനുള്ള നിർണയത്തോടെ മടങ്ങി വന്ന ഇവന്റെ വിശ്വാസം, അതിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. ഈ ജീവിതമാണ് നമുക്ക് വേണ്ടത്. This is a life that we need. ബാക്കി ഉള്ളവര്, ഈ 9 പേരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരാരായിരുന്നിരിക്കാം? കർത്താവിന്റെ സൂചന ഈ ശമരിയക്കാരൻ, അന്യജാതിക്കാരൻ എന്ന് പറഞ്ഞതിൽ നിന്നും മറ്റുള്ള കൂട്ടത്തിൽ കൂടുതൽ ആളുകളും യഹൂദന്മാരായിരിക്കാം എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അവരെവിടെ? Why did they not come back? ഒരുപക്ഷെ അവർ ചിന്തിച്ചാണ്, ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്, അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. This is my right. ഞാൻ പറയും, സൂര്യൻ കിഴക്കുദിക്കേണ്ടത് എൻ്റെ അവകാശമാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാ. ദൈവം ഒന്നും ഇല്ലെങ്കിൽ സൂര്യൻ കിഴക്കുദിക്കണം. സൂര്യൻ ഇന്നും കിഴക്കുദിച്ചതിന് ദൈവത്തിന് നന്ദി എന്നല്ലേ പറയാൻ പറ്റൂ. കാരണം ദൈവം ഇല്ലെന്ന് വിശ്വസിക്കേണ്ട, എല്ലാം ഒരു ആകസ്മികമാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യന് വീണ്ടും സൂര്യൻ കിഴക്കുദിക്കണമെന്ന് ശടിക്കാൻ എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ? ഡു വി ഹാവ് എനി റൈറ്റ്? ഇന്ന് കാലം തെറ്റി മഴ പെയ്യും, നമുക്ക് എന്ത് റൈറ്റാ ഉള്ളത്? We have no right. ഒരവകാശം എനിക്കില്ല, ഞാൻ യോഗ്യനല്ല എന്ന ചിന്താഗതിയോടെ മടങ്ങി വന്ന അവന്റെ വിശ്വാസമാണ് അവനെ രക്ഷിച്ചത്. ക്രിസ്തുവിലേക്ക് മടങ്ങി വന്നവൻ. മറ്റുള്ളവരുടെ മനോഭാവം നേരെ തലതിരിച്ചായിരുന്നു. നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം, കർത്താവിലേക്ക് മടങ്ങി വരാം. യേശുവിനെ പോലെ സ്നേഹിക്കുന്നവനാരുമില്ല. കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നടക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. ആർക്കും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം. സഹോദരൻ ശവക്കുഴി കാണാതെ, ഞാൻ കർത്തൃമേശയുടെ സമയത്ത് ആ വാക്യം ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ, അവരെ വീണ്ടെടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതാ ഒരു നാളും
പറഞ്ഞാട്ടെ, ഒരു നാളും സാധ്യമല്ല. ആർക്കും ഒരിക്കലും സാധിച്ചെടുക്കാൻ കഴിയാത്തത് നിവർത്തിക്കുന്ന കർത്താവ് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് യേശുവെങ്കിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഇന്നും എന്നും നമ്മളെ പ്രേരിപ്പിക്കണം. ഈ ദൈവം നമ്മളെ വിളിക്കുന്നത്, മടങ്ങി വരാൻ പറയുന്നത് ജീവനിലേക്കാണ്, സമാധാനത്തിലേക്കാണ്, നിത്യസൗഖ്യത്തിലേക്കാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനം സ്വന്തമാക്കി തീർക്കാനാണ്, അന്യപ്പെട്ട് പോയി നശിക്കാതിരിക്കാനാണ്. ഈ തിരിച്ചറിവോടെ നമുക്ക് മടങ്ങിച്ചെല്ലാം, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക്, ദൈവത്തിലേക്ക് മടങ്ങിച്ചെല്ലാം. ഈ തീം നമുക്ക് ഈ ആരംഭ മാസങ്ങളിൽ, ആരംഭ ആഴ്ചകളിലെങ്കിലും അയവിറക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ, ഇന്ന് ഈ ലെപ്പർ കാണിച്ച മാതൃകയിലൂടെ ഏതൊക്കെ വിധത്തിൽ എനിക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയും എന്ന് ചിന്തിക്കാൻ, പ്രാർത്ഥിക്കാൻ, അനുതപിക്കാൻ ഞാൻ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രായോഗികമായി ഓരോ ദിനങ്ങളിലും എങ്ങനെ, എവിടെ, എപ്പോൾ നമുക്ക് മടങ്ങിച്ചെന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ നിലനിന്ന് ഫലം കായ്ക്കാൻ, രക്ഷിക്കുന്ന വിശ്വാസം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ജീവിക്കാൻ ഉള്ള കൃപ ദൈവം നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.